ഈ 7 മണിക്കൂർ ദുരന്ത ഭൂമിയിലൂടെ നടന്ന് ഒരു പ്രധാനമന്ത്രി ആ ദുരന്ത ഭൂമിയുടെ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കുന്നു, അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ഓരോ കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയി അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നു. സ്വന്തം മുത്തച്ഛനെ പോലെ അവരൊക്കെ ഒരു പ്രധാനമന്ത്രി എന്ന ഒരു അല്പസമയത്തിനകം അദ്ദേഹം പോലും മറന്നുപോയ പല സന്ദർഭങ്ങൾ, താടിയിൽ പിടിച്ചും കണ്ണാടിയിൽ പിടിച്ചും കവിളിൽ തലോടിയും കണ്ടുകൊണ്ടേ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ രോമാഞ്ചം ഉണ്ടാകുന്ന രീതിയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വയനാട്ടിലെത്തിയപ്പോൾ സംഭവിച്ചത്. 2000 കോടിയല്ല, വയനാടിന് വേണ്ടി നിങ്ങൾ എത്ര ചോദിക്കുന്നുവോ അത് ഞങ്ങൾ തരാം, പുനരധിവാസം കൃത്യമാക്കൂ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു മുഖം പ്രധാനമന്ത്രിക്കുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രിക്ക് വേണമെങ്കിൽ ഹെലികോപ്റ്ററിലൂടെ ആകാശ ദൃശ്യം കണ്ട് വിലയിരുത്തി കളക്ടറേറ്റിൽ പോയി ഒരു അവലോകന യോഗവും കഴിഞ്ഞ് പോകാമായിരുന്നു. പക്ഷെ അങ്ങനെ അല്ല നരേന്ദ്രമോദി ചെയ്തത്. ഇവിടെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ വ്യത്യസ്തരാകുന്നത്. ഒരിക്കലും പിണറായി വിജയനോട് ഒരു കുഞ്ഞിനടുത്ത് പോയി ഇത്തരത്തിൽ പെരുമാറാനോ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയാനോ ഒന്നും സാധിക്കില്ല. പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടും തുറന്നു പറയാം. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് വയനാട്ടിൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ നമ്മൾ കണ്ടത്. എന്താണ് ഇതിൽ പറയാനുള്ളത്? മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു കമ്പാരിസൺ പോലും സാധ്യമല്ലാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു തൊഴിലാളി നേതാവായി വളർന്നു വന്ന ഒരാളാണ്. നേരെ മറിച്ച് പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹവും ഇതേപോലെ തന്നെ ഒരു ചുറ്റുപാടിൽ നിന്ന് വന്ന ശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ അനസ്യൂതം അതേ രീതിയിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊരു പക്ഷേ അദ്ദേഹത്തിന് ബലം നൽകിയത് അദ്ദേഹം ഒരു സംഘ പ്രചാരകനായിരുന്നു, RSSന്റെ പ്രചാരകനായിരുന്ന ഒരാളാണ് നരേന്ദ്രമോദി. RSSനെ സംബന്ധിച്ച്, RSSന്റെ പ്രചരണ രീതിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ RSSന്റെ ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ച് നമുക്കറിയാവുന്നത് വീടുകളുമായി ഏറ്റവും അടുപ്പമുള്ള ബന്ധമുണ്ടാക്കിക്കൊണ്ടാണ് RSSന്റെ പ്രവർത്തകർ പലപ്പോഴും പല വീടുകളിലും ചെല്ലുകയും അവരുമായി ബന്ധമുണ്ടാക്കുകയും സമ്പർക്കം എന്നാണ് പേര് പറയുന്നത്, സമ്പർക്കം നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ നിരവധി വർഷങ്ങൾ പ്രചാരകനായി പ്രവർത്തിച്ചിരുന്ന ഒരാൾ, താഴെത്തട്ടു മുതൽ ജനങ്ങളെ അറിയുന്ന ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിനു മുമ്പ് പുറ്റിങ്ങൽ അപകടം നടന്ന സമയത്തും ഒക്കെ തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ വളരെ കൃത്യമായി തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം എല്ലാ ജനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്ന ഒരു പ്രധാനമന്ത്രിയായി മാറി എന്നുള്ളത് തന്നെയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള പലരും നമ്മളോട് സംസാരിക്കുമ്പോൾ പറയും, ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു നാഥനുണ്ട് എന്നും ഇന്ത്യക്കൊരു നാഥനുണ്ട് എന്ന് കാണിച്ചു തന്ന പ്രധാനമന്ത്രിയാണ്. മറ്റേത് തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായപ്പോഴും അദ്ദേഹം അതിലൊന്നും അടിപതറാതെ അദ്ദേഹത്തിന്റെ കർത്തവ്യം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയായിരുന്നു, നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അപ്പോ ഈ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ, എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യക്കാർക്ക് കൂടുതൽ വില വന്ന ഒരു നിമിഷം, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാഭിമാനം ഉയർത്തിയ നിമിഷം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷമുള്ള കാലഘട്ടം. ലോകരാജ്യങ്ങൾ പ്രധാനമന്ത്രി എങ്ങനെ നോക്കിക്കാണുന്നു, പ്രധാനമന്ത്രിക്ക് ആതിഥ്യമരുളുന്നു, നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് എങ്ങനെ അനുഭാവപൂർവ്വം പെരുമാറുന്നു എന്നുള്ളത് കാണുമ്പോൾ തന്നെ പ്രധാനമന്ത്രി എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നേരെ മറിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നുമല്ല ഈ മുഖ്യമന്ത്രിയെ പ്രതീക്ഷിച്ചു. വളരെ ശക്തനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും വളരെ പ്രതീക്ഷ ഉണർത്തുന്ന ഒരു ഭരണം ഉണ്ടാകുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നവരിലേക്കാണ് നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നു വന്നത്. പിണറായി വിജയൻ വന്നതിന് ശേഷം എല്ലാ തരത്തിലും എവിടെയൊക്കെയാണോ പ്രശ്നങ്ങളുള്ള ആ പ്രശ്നങ്ങളിലെല്ലാം ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം പാർട്ടിയിലാണെങ്കിൽ പോലും പാർട്ടിയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്, ഒരു യഥാർത്ഥ സഖാവിന് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും. ചെറിയ കുട്ടികളുടേതടക്കമായാലും ഒരു കുട്ടി ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ വളരെ കൃത്യമായി തന്നെ ആ കുട്ടിയെ വലിച്ചെറിയുന്ന ഒരു രംഗം നമ്മൾ കണ്ടതാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ ഈ സമൂഹത്തിന് മുന്നിൽ തന്നെ കാണാം. അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകർക്ക് പോലും ഒരു ചോദ്യം ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്, നമുക്ക് എവർക്കും അറിയുന്ന കാര്യമാണ്. അവിടെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് എത്തുമ്പോൾ വയനാട്ടിലെല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയാണ്. ആ ജനതയ്ക്ക് ആവശ്യം ഇപ്പോൾ അവരുടെ ജീവിതത്തിന് ഒരു പ്രതീക്ഷ നൽകണം എന്നുള്ളത് തന്നെയാണ്. അവരെ കേൾക്കണം, അവരുടെ പ്രശ്നങ്ങൾ അറിയണം, അവർക്ക് ഇനിയൊരു പുനരധിവാസം സാധ്യമാകും എന്ന ഉറപ്പ് അവർക്ക് കിട്ടണം. അവരെ സംബന്ധിച്ചിടത്തോളം ഉറ്റവരും ഉടയവരും വീടും ഒരു ജീവിതം തന്നെ, ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു ജീവിതം തന്നെ ഒഴുകിപ്പോയവരാണ്. ആ ജീവിതം നേരം വെളുക്കുമ്പോൾ തലേ ദിവസം വരെ ഉണ്ടായിരുന്ന സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒരു നേരം വെളുത്തപ്പോൾ ഇല്ലാതായ ഒരു ജനതയ്ക്ക് മുന്നിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ്.
പ്രധാനമന്ത്രി 7 മണിക്കൂർ ദുരന്തബാധിതരെ കണ്ട് ഓരോരുത്തർക്കും ആശ്വാസം പകരുമ്പോൾ ആ ആശ്വാസം അവർക്ക് നൽകുന്നത് ചില്ലറ ഒരു ആശ്വാസമല്ല എന്ന് നമുക്ക് എവർക്കും അറിയാം. അപ്പോൾ ജനങ്ങളോട് അടുത്തിടപഴകാൻ കഴിയുന്ന, ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രിയും മനുഷ്യനാകണമെന്ന് വാക്കാൽ പാടിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് ഭാവിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസമാണ് ഈ വ്യത്യാസം എന്നേ പറയാനുള്ളൂ. ഇപ്പൊ അവിടെ ഒരു ട്രെൻഡ് ആയിരിക്കുന്ന ഒരു വീഡിയോ, ഒരു ആശുപത്രിയിലെത്തി നൈസ് മോൾ എന്ന് പറയുന്ന നൈസ മോൾ ആ കുഞ്ഞിനോടൊപ്പം നിന്ന്, അതായത് അവളുടെ ഒരു മുത്തച്ഛനായി കുറച്ച് സമയത്തേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി മാറുന്നു എന്നുള്ളതാണ്. അവൾ താടി പിടിക്കുന്നു, കണ്ണടയിൽ പിടിക്കുന്നു, കവിളിൽ പിടിക്കുന്നു. ഇതിപ്പോ മോദിയും നൈസമോളുമാണ് ട്രെൻഡ് സോഷ്യൽ മീഡിയയിൽ. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ കണ്ട പ്രധാനമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ആ പരിസരത്ത് പോലും പോകാൻ ഭയന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഒന്നും, പ്രധാനമന്ത്രി വരുന്നു, സുരക്ഷാ സംവിധാനത്തിനിടയിലേക്ക് വരുന്നു, അതുപോലെ പോകുന്നു എന്നതിനപ്പുറം ഇതുപോലെ ജനങ്ങൾക്കിടയിൽ ചെന്ന പണത്തിനപ്പുറം ഒരു മനസ്സുകൊണ്ടും ഒരു കരങ്ങൾ കൊണ്ട് സ്പർശിച്ച് ഞാൻ ഒപ്പമുണ്ട്, നിങ്ങൾ ധൈര്യമായിരിക്കൂ, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി, ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയുടെ മുഖം, അത് ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിച്ചതല്ലേ? പിണറായി നമ്മുടെ പ്രധാനമന്ത്രി പറയുന്ന ചില കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുള്ളവർ പോലും അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ അഭിനന്ദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹം പണ്ട് മുതലേ, അതായത് 2010 ഞാൻ ആദ്യം ഇദ്ദേഹത്തെ കാണുന്നത്. തൃശ്ശൂരിൽ ഒരു പ്രൈവറ്റ് വെഡിങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വന്ന ഒരു ഫംഗ്ഷനിൽ വെച്ചാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തിന് എന്നും ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ഒരാളാണ്, എപ്പോഴും അദ്ദേഹം സെക്യൂരിറ്റിയുടെ നടുക്കുള്ള ഒരാളാണ്. പക്ഷെ അന്നും ഇതുപോലെ തന്നെ നമ്മളിപ്പോ സെക്യൂരിറ്റി റീസൺസ് കൊണ്ടൊക്കെ നമ്മൾ ദൂരെ മാറി നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് അന്നും അദ്ദേഹം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനമന്ത്രി, ജനങ്ങൾക്ക് സേവനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനമന്ത്രി, അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ, സഹോദരങ്ങളടക്കം, അദ്ദേഹത്തിന്റെ വീടടക്കം, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർ ഇപ്പോഴും ഏത് തരത്തിലാണ് ജീവിക്കുന്നത് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തോടൊപ്പം വന്ന് അദ്ദേഹം വന്ന പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഏതെങ്കിലും സുഖ സൗകര്യങ്ങളിൽ അഭിരമിക്കുകയോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ പണം ഉണ്ടാക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അവരിപ്പോഴും സാധാരണ ഒരു ജനസേവകന്റെ, സാധാരണ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാം, പിണറായി വിജയൻ ഒരു വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ കുഞ്ഞുകുട്ടി പരാധീനങ്ങളെ മുഴുവൻ, ഒരു കുടുംബത്തിലുള്ള മുഴുവൻ പേരെയും കൊണ്ടാണ് പോകുന്നത്. പക്ഷെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു കൾച്ചറേ പ്രധാനമന്ത്രിക്കില്ല. അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടി സ്വന്തം ജീവിതം പോലും ഒഴിഞ്ഞു വെച്ചുകൊണ്ട് രാജ്യസേവനത്തിന് വേണ്ടി, ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ഒരു യഥാർത്ഥ ജനസേവകൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്ന ഒരാളാണ്. ഇവിടെയാണ് ആ വ്യത്യാസം. യഥാർത്ഥത്തിൽ ആ വീഡിയോ കാണുന്ന ഒരാൾക്കും അതൊരു പ്രധാനമന്ത്രിയും കുട്ടിയുമാണെന്ന ഒരു തോന്നലും ഉണ്ടാക്കില്ല. അത് നമ്മുടെ സ്വന്തം അപ്പൂപ്പൻ നമ്മളോട്, ഒരു കൊച്ചുമകളോട് ഒരു അപ്പൂപ്പൻ കാണിക്കുന്ന വാത്സല്യത്തിനപ്പുറം ഒരിക്കലും അതൊരു പ്രധാനമന്ത്രിയും ആ നാട്ടിലെ ഒരു കുട്ടിയുമാണെന്ന തോന്നലേ ഉണ്ടാക്കുന്നില്ല. അവിടെയാണ് അദ്ദേഹത്തിന്റെ വിജയം. അദ്ദേഹം ജനങ്ങളോട്, ആ കുട്ടിക്ക് പോലും നമുക്കറിയാം, ഇത്രയും ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെട്ട ഒരു കുട്ടി, ഇത്രയും പ്രതിസന്ധിക്കിടയിൽ നിൽക്കുന്ന ഒരു കുട്ടി, ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് പോലും ഒരു അപരിചിതത്വം ഈ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ തോന്നുന്നില്ല. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്നും അത്തരം ഒരു അപരിചിതത്വം തോന്നുന്നില്ല എങ്കിൽ അദ്ദേഹം അത് വലിയ രീതിയിൽ വിജയിച്ചിരിക്കുന്നു. അദ്ദേഹം ജനങ്ങളോട് അടുത്തിടപഴകുന്നു. അദ്ദേഹത്തിന് അത്തരത്തിലൊരു വൈബ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത്. അദ്ദേഹം വളരെ നേരെമറിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ആരെങ്കിലും ഇങ്ങനെ ഒരു കുട്ടി ചെന്നാലത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ഇനിയിപ്പോ സാധാരണഗതിയിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തീരെ സമയമില്ലാത്ത ഒരാളാണ്. ഇപ്പോ പറയുന്നത് കേൾക്കുന്ന 5 സിനിമാ തിയേറ്ററുകൾ, 5 സ്റ്റേറ്റിലെ സിനിമാ തിയേറ്ററുകളിലേക്ക് അദ്ദേഹത്തിന്റെ പരസ്യചിത്രം വരാൻ പോകുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വേറെ പല കാര്യങ്ങളുമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നന്നാക്കണം, ഹോർഡിങ്സ് അടിക്കുന്നതിന്റെ കാശ് കൊടുക്കണം, അതുപോലെ തന്നെ പോസ്റ്റർ അടിക്കുന്നതിന്റെ കാശ് കൊടുക്കണം, നവകേരള സദസ്സുകൾ നടത്തണം, സരോജ് കുമാറിന്റെ സ്റ്റൈലിലേക്ക് എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന രീതിയിലേക്ക് മാറണം. അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ കൂടുതലായിരിക്കും ഒരുപക്ഷെ. അതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രശ്നം. നേരെ മറിച്ച് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ടെൻഷനുകളൊന്നുമില്ല. അദ്ദേഹത്തിന് രാജ്യത്തെ സേവിക്കണം, ജനങ്ങൾക്ക് സേവനം ചെയ്യണം, അതിന് തന്നെ കൊണ്ട് കഴിയാവുന്നത് ചെയ്യണം എന്നതിനപ്പുറത്തേക്ക് മറ്റ് ടെൻഷൻസുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാവും അദ്ദേഹത്തിന് അത്ര ഈസിയായി ഒരാളിലേക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നതും അത്ര വലിയ രീതിയിലേക്ക് കുട്ടിക്ക് ഒരു സ്വന്തം അപ്പൂപ്പനോട് തോന്നുന്ന അതേ അഫെക്ഷനോട് കൂടി കുട്ടിക്ക് അങ്ങനെ ഇടപഴകാൻ കഴിയുന്ന ഒരു സ്വന്തം മുത്തച്ഛനും മകളുമാണെന്ന തോന്നലല്ലാതെ ആ വീഡിയോ കാണുന്ന ഒരാൾക്കും അത് പ്രധാനമന്ത്രിയാണെന്നോ ഒരു തോന്നലേ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ആ വീഡിയോയുടെ ഏറ്റവും വലിയ വിജയം. ഈ ചില കപടമുഖങ്ങൾ
ഇതിലൂടെ നമ്മൾ തുറന്നു കാട്ടുന്നു എന്നുള്ളതാണ്. കാരണം ആ ആശുപത്രിയിൽ എത്തിയപ്പോഴും ആ കുഞ്ഞിനോട് സംസാരിച്ചപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് പ്രധാനമന്ത്രി വയനാട്ടിലെത്തുന്നത്. ഈ 10 ദിവസം വയനാട്ടിൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി വേണമെങ്കിൽ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ തീരുമാനിക്കാം. വയനാട്ടിൽ നേരിട്ട് വന്നിറങ്ങി അദ്ദേഹത്തിന് അത് കണ്ട് ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവസ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാക്കി ചൂരൽമലയിൽ പോയി ആ വെള്ളാർമലയിലെ ഹൈസ്കൂൾ ഇടിഞ്ഞു പോയ സ്ഥലത്ത് പോയി സന്ദർശനം നടത്തി. ഇതിൻ്റെ ഒന്നും ആവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കില്ല. കാരണം അദ്ദേഹം എന്ത് ആവശ്യപ്പെടുന്നു അത് അദ്ദേഹം ഇരിക്കുന്നിടത്ത് എത്തും. പക്ഷേ ആ മണ്ണിലൂടെ നടന്ന് ആ മനുഷ്യ ജീവനുകൾ പൊലിഞ്ഞ മണ്ണിലൂടെ നടന്ന് ഓരോ ജീവിതങ്ങളെക്കുറിച്ചും പഠിച്ച് ഇനി ജീവിച്ചിരിക്കുന്നവർക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായി കൊടുക്കാനുള്ള കരുതലെടുക്കുന്ന ഒരു പ്രധാനമന്ത്രി അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കാണേണ്ടത്? അവിടെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന്റെ ആവശ്യകത ഇല്ലല്ലോ. ഇല്ല, തീർച്ചയായും അതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ല. ഒരു ദുരന്ത മുഖത്ത് നമ്മൾ ഒരിക്കലും രാഷ്ട്രീയം പറയരുത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അദ്ദേഹം കേരളത്തിലേക്ക് എത്തി, കേരളത്തിലെ വയനാടിന്റെ അവസ്ഥ കണ്ടു മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ ഏതൊരു വിഷയവും വളരെ കൃത്യമായി പഠിക്കുകയും അത് എല്ലാ വകുപ്പുകളിലും അദ്ദേഹത്തിന് കൃത്യമായി തന്നെ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായി അറിയുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അല്ലാതെ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ആ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാതിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയല്ല നരേന്ദ്രമോദി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അദ്ദേഹം അവിടേക്ക് എത്തുന്നു. അദ്ദേഹത്തിന് ശരിയാണ് ധന്യ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഡൽഹിയിൽ ഇരുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുക. അത് മാത്രമല്ല അദ്ദേഹം അവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ വലിയ പത്രാസ് കാണിച്ച് ഞാനൊരു പ്രധാനമന്ത്രിയാണ്, എന്റെ സെക്യൂരിറ്റി എല്ലാം എന്റെ കൂടെ വേണം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പത്രാസ് കാണിച്ചുകൊണ്ടല്ല ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി അവരിൽ ഒരാളായി അലിഞ്ഞു ചേർന്നുകൊണ്ട് അവരിലേക്ക് ചെല്ലുമ്പോൾ തീർച്ചയായും അത് നൽകുന്ന ആശ്വാസം വളരെ വലുത് തന്നെയാണ്. ദുരന്ത ഭൂമിയിലും ദുരന്തം വിതയ്ക്കുന്ന ഇത്തരം പ്രദേശങ്ങളിലും ഒക്കെ പോകുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകളെല്ലാം അദ്ദേഹം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഈ ആൾക്കാരോട് സംവദിക്കാൻ ചെന്നതും ഓരോരുത്തരെയും അദ്ദേഹം കൈപിടിച്ച് അദ്ദേഹത്തിന്റെ തോളത്ത് തട്ടിക്കൊണ്ട് അതൊക്കെ ഒരു വലിയ ആശ്വാസം തന്നെയാണ്. ദുരന്തഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നവർക്ക് അതൊരു ആശ്വാസമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് തോളിൽ തട്ടി സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങളിൽ അത്തരം ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ജനങ്ങൾക്കുണ്ടാക്കുന്ന ആത്മവിശ്വാസം അത് വലിയ ഒരു ആത്മവിശ്വാസം തന്നെയാണ്. ദുരന്തമുഖത്ത് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന, എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയത് ഒരു ഘടകം. ഇപ്പോ പണം ആവശ്യമാണ്, അവർക്ക് പുനരധിവാസം ആവശ്യമാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ആത്മവിശ്വാസമാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. അവിടെ പ്രധാനമന്ത്രി 100% വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും അവിടുത്തെ ജനങ്ങളുടെ സംസാരത്തിൽ നിന്നും ഒക്കെ നമുക്ക് വ്യക്തമാകുന്നതും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. വളരെ നന്ദി മാഡം. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ചാനലിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.